ഗോശ്രീ പാലത്തിൽ പിന്നോട്ട് നടന്നും ഫുട്ബോൾ തട്ടിയും വൈപ്പിംഗുകാരുടെ പ്രതിഷേധം. രണ്ടാം പാലത്തിന്റെ അറ്റകുറ്റപ്പണി തീർക്കുന്നതിൽ കാലതാമസം നേരിടുന്നു എന്നാരോപിച്ചായിരുന്നു ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ സപ്പെക്സ് കൗൺസിലിൽ ഇൻ ഗോശ്രീ ഐലൻഡ്സ് പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഗോശ്രീ രണ്ടാം പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ അനിശ്ചിതമായി വൈകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ വൈപ്പിൻ ജനത ഇവിടെ സമരവുമായി എത്തിയത്. വൈപ്പിനിലെ ജനത പൂർണ്ണമായി ഉപയോഗിക്കുന്ന, എറണാകുളത്തോട്ട് പോകാൻ പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാലമാണ് ഈ ഗോശ്രീ പാലം. അതിപ്പോൾ കഴിഞ്ഞ 1.5 മാസക്കാലമായി അതിന്റെ അറ്റകുറ്റ നിർമ്മാണ ജോലികൾ ആരംഭിച്ചിട്ട്, പക്ഷേ ഇതുവരെ അത് തുറന്നു കൊടുക്കുന്ന നിലയിലോട്ട് എത്തിയിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഈ ഗോശ്രീ പാലത്തിന് സമാന്തരമായി നിലവിലുള്ള ഗതാഗതത്തിന്റെ വലിയ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് സമാന്തര പാലം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് 60 ദിവസമായിട്ട് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാതെ നാഷണൽ ഹൈവേ അതോറിറ്റി അടക്കമുള്ള ആളുകൾ ഇങ്ങനെ 60 ദിവസം ഈ പാലം അടച്ചിട്ടുകൊണ്ട് വൈപ്പിനിലെ ജനങ്ങളെ ദുരിതപൂർണമായ യാത്രയിലേക്ക് പറഞ്ഞുവിട്ടിരിക്കുകയാണ്. വൈകാനുള്ള കാരണം എന്താ പറയുന്നത്? വൈകാനുള്ള കാരണം മൺസൂൺ ആണെന്നാണ് പറഞ്ഞത്. കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം മൺസൂൺ ആയാൽ ഈ റോഡ് പണി നടത്താൻ കഴിയില്ല. എന്നിട്ടാണ് ഈ മൺസൂൺ സമയത്ത് ഈ പണി ആരംഭിക്കുകയും പണി ആരംഭിച്ചതിന് ശേഷം മഴയായതുകൊണ്ട് പണി നടത്താൻ കഴിയില്ല എന്ന് പറയുകയും ചെയ്തിട്ടുള്ളത്. കൃത്യമായ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ്. ഇതിനെതിരെ നടപടി ഉണ്ടായേ പറ്റൂ. സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള ആളുകളാണ് ഇന്നിവിടെ സമരവുമായി എത്തിയത്. അതിൽ ഫുട്ബോൾ കളിച്ചും അതുപോലെ തന്നെ പുറകോട്ട് നടന്നുമുള്ള രീതിയിലുള്ള സമരമാർഗ്ഗങ്ങൾ ഇവരുടെ അവലംബിക്കുകയുണ്ടായി. ഇപ്പോൾ ഒരു 5-6 മാസമായിട്ടുണ്ടല്ലോ പൊതുജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത് പണ്ടെന്ന് പറഞ്ഞാൽ ഉള്ളവനക്കാണ് കാരൻ വണ്ടിയൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഇല്ലാത്തവനും പാവപ്പെട്ടവനും വണ്ടിയുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ 2 വീലർ ഒരുപാട് ആക്സിഡന്റുകൾ നടക്കുന്നുണ്ട്. അതുപോലെ ഹൈക്കോടതിയിൽ നിന്ന് കൂലിവേലക്ക് ഈ ഫ്ലാറ്റുകളിലോ അവിടെ ഇവിടെയൊക്കെ ജോലിക്ക് പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്ക് കറക്റ്റ് സമയത്ത് കുടുംബത്തെ എത്താൻ പറ്റണില്ല. 5 മണി സമയത്ത് അവർ അവിടെ നിന്ന് ബസ്സിൽ കയറിയ ഇവിടെ എത്തുമ്പോൾ 7:30 മണി 8 മണിയാണ്. ജോലിക്കാരായിട്ടുള്ളവരുടെ അപര്യാപ്തതയും പറയുന്നുണ്ട്. 2 ജോലിക്കാർ മാത്രമാണ് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ഈ സമരക്കാർ പറയുന്നത്. അടിയന്തരമായി തന്നെ ഇവർക്ക് എത്രയും വേഗം ഈ പാലത്തിന്റെ ജോലികൾ പൂർത്തിയാക്കി ജനങ്ങൾക്ക് ഉപയോഗപ്രദമാവുന്ന രീതിയിൽ തുറന്നു കൊടുക്കണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ജോസിയാറിനൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.